കുവൈത്തിൽ നിന്ന് ഒമാനിലേക്ക് പോകാം. ഒമാനിലേക്ക് ഇന്നും ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. ദുഃഖം തുറമുഖത്ത് എണ്ണ സംഭരണ ടാങ്കറുകൾക്ക് നേരെയാണ് ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ആളപായമില്ല എന്നാണ് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിക്കുന്നത്. അലി കൂട്ടായി വിശദാംശങ്ങൾ നൽകും. അലി, ഈ എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ വിജയകരമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നാണോ ഒമാൻ ന്യൂസ് ഏജൻസി അറിയിക്കുന്നത്? തീർച്ചയായും സെൽഫു, ഇത് രണ്ടാം തവണയാണ്. ഇപ്പോൾ ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം, യുദ്ധം തുടങ്ങിയതിനു ശേഷം രണ്ടാം തവണയാണ് ഒമാനിലെ ദുഃഖം തുറമുഖത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്ന് ഇന്ധന സംഭരണ ടാങ്കറുകൾക്ക് നേരെയാണ് ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റു വലിയ നാശനഷ്ടങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ നാശനഷ്ടങ്ങൾ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കിയതായും ഒമാൻ ന്യൂസ് ഏജൻസി അറിയിക്കുന്നുണ്ട്. വലിയ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ ഡ്രോണുകളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നോ അത് സംബന്ധിച്ച് ഒന്നും തന്നെ ഒമാൻ ന്യൂസ് ഏജൻസി പറയുന്നില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എവിടെ നിന്നാണ് ഡ്രോണുകൾ വന്നതെന്നും ഒമാൻ അറിയിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഒമാന്റെ തെക്ക് കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അറബിക്കടലിനോട് സ്ഥിതി ചെയ്യുന്ന ഒരു പോർട്ടാണ് ദുഃഖം പോർട്ട്. പ്രധാന വാണിജ്യ വ്യവസായ കേന്ദ്രം കൂടിയാണ്. പ്രധാന ഊർജ ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഒരു പോർട്ടിലേക്കാണ് ഈ ഡ്രോൺ വന്നത് എന്നത് കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ ഡ്രോണുകളുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുമതിയും രാജ്യത്തിനകത്ത് താൽക്കാലികമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിരോധിച്ചിട്ടുണ്ട്. അത് സർക്കാർ വാണിജ്യ വിനോദ ആവശ്യങ്ങൾക്കുള്ള എല്ലാ കായിക പ്രവർത്തനങ്ങൾക്കുമായുള്ള എല്ലാ ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കുമുള്ള ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനമോ പറക്കലോ ഒമാന്റെ വ്യോമപരിധിയിൽ അനുവദിക്കപ്പെടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇത് രണ്ടാം തവണയാണ് ദുഃഖം തുറമുഖത്തേക്ക് ഇന്ധന സംഭരണ ടാങ്കർക്ക് നേരെ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ആളപായങ്ങളോ മറ്റു ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ആക്രമണം മാറ്റി നിർത്തിയാൽ ഒമാൻ ശാന്തമാണ്. മറ്റു ഒന്നും ഒമാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മസ്കത്തിൽ നിന്ന് അലി കൂട്ടായിയാണ് വിശദാംശങ്ങൾ നൽകിയത്.